നമ്മുടെ റേഷനറി മിക്സ് ചെയ്ത് വെച്ച ബിരിയാണി ആണെന്ന് കണ്ടാൽ പറയുമോ? കണ്ടാലും പറയില്ല, കഴിച്ചാലും പറയത്തില്ല കേട്ടോ. നമ്മൾ ആ ഒരു റേഷനറിയുടേതായ ഒരു ഫ്ലേവർ ഒന്നും വരത്തില്ല കേട്ടോ. നമ്മുടെ ആ ഒരു ബാദ്ഷ റൈസിൻ്റെ ഒക്കെ കൂട്ടത്തിൽ നെയ്ച്ചോറിൻ്റെ റൈസ് ഉണ്ടല്ലോ, ബാദ്ഷ റൈസ്, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലിട്ട് ഒരു നാഴി നമ്മുടെ റേഷൻ വെള്ളരി മിക്സ് ചെയ്തിട്ട് വച്ച ബിരിയാണിയാണ് കേട്ടോ. എൻ്റെ പൊന്നും എന്നാ ടേസ്റ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയണ്ട. നമ്മുടെ ആ ഒരു ഇതിൻ്റെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബിരിയാണിയുടെ അതേ ഫ്ലേവർ, നല്ലൊരു ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. ഒന്ന് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. പെട്ടെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതായത് ഇതുപോലെ ഉണ്ടല്ലോ, നമ്മളൊരു കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതി, ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും, പിന്നെ നമ്മൾ ആ ഗ്രാമ്പ് ഏലക്ക പട്ട പൊടിച്ച പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു ഇത്തിരി കോൺഫ്ലോർ ഉണ്ടെങ്കിൽ മാത്രം കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതുപോലെ ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി മിക്സ് ചെയ്തിട്ട് നമുക്കതുണ്ടല്ലോ ഒരു പാനിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഈ എടുത്തേക്കുന്ന ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒത്തിരി മുരിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. ഇതുപോലെ ഒന്ന് പയ്യെ ഒന്ന് മുരിച്ചെടുത്താൽ മാത്രം മതി. നമ്മളിത് ഇങ്ങനെ എടുക്കുന്നത് നമ്മുടെ ബിരിയാണിയിലുണ്ടല്ലോ ഈ ഒരു ചിക്കൻ ഒരുപാട് കിടന്ന് ഇങ്ങനെ അലത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ചെറിയ രീതിയിൽ തന്നെ ഒന്ന് മുരിച്ചെടുക്കുന്നത്. അപ്പോൾ അതായത് ഞാൻ അവിടെ ചെറുതായിട്ടൊന്ന് മുരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ ബിരിയാണിയുടെ ആ ഒരു പാനിലേക്ക് നമുക്ക് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്ത് വെച്ചത്. പിന്നെ അതായത് നമ്മുടെ ഡാൽഡയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് ഡാൽഡയും കൂടി എടുത്തിട്ട് രണ്ടും കൂടി ഒന്ന് ഉരുകി മിക്സായി വരുമ്പം നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഗ്രാമ്പും ഏലക്കയും പട്ടയും പിന്നെ വലിയ ജീരകം ഉണ്ടല്ലോ, മസാല ജീരകം, ആ മസാല ജീരകം, പിന്നെ ഒരു 3-4 ഏലക്ക ചതച്ചിടണം കേട്ടോ. ഇത് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് മുപ്പൊടിയില്ല, കുരുമുളക്. അപ്പോൾ നമ്മൾ ആ ഒരു ചോറ് കഴിക്കുമ്പം, നമ്മൾ ഈ കുഴിമന്തി റൈസൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ആ ഒരു കുരുമുളക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരത്തില്ലേ? അപ്പോൾ അങ്ങനെ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ആ ഒരു എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് ആ ഒരു മസാല ഒന്ന് പൊട്ടി വരുമ്പോണ്ടല്ലോ ഒരു 1.5 സവാള അതായത് പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു ഇറച്ചിയുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ലീഫ് എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ ആ ഒരു ഈ ഒരു വഴനയിലയുടെ ലീഫ് ഉണ്ടല്ലോ, വഴനയിലയുടെ ആ ലീഫ് ഒന്ന് ഉണങ്ങിയതാണ് കേട്ടോ. വഴനയിലയുടെ ആ ലീഫ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോണ്ടല്ലോ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ റൈസിന്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഇഞ്ചിയും അതുപോലെ ഒരു 1-2 പച്ചമുളകും അതുപോലെ ആവശ്യത്തിന് വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായിട്ട് മിക്സിയുടെ ചാറിലൊന്ന് ചതച്ചിട്ട് ഇതുപോലെ നമ്മുടെ ഒരു സവാള വഴറ്റിയേക്കുന്ന കുഴത്തിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഉണ്ടല്ലോ ചെറിയൊരു തക്കാളി, നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടിയെടുക്കുക. അപ്പോൾ നമ്മൾ ബിരിയാണിയുടേതായ നല്ലൊരു കളർ കിട്ടുകയും ചെയ്യും. നമ്മൾ വേറൊരു കളറോ ഒന്നും തന്നെ വെളിയിൽ നിന്ന് ചേർക്കാൻ വേണ്ട കേട്ടോ. നമ്മൾ നല്ലൊരു ടേസ്റ്റ് നല്ലൊരു മണമായിരിക്കും കേട്ടോ. നിങ്ങൾ ഈ ഒരു രീതിയിൽ മസാല ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെറിയൊരു രീതിയിലൊന്ന് വഴറ്റിയിട്ട് കൊടുത്തിട്ട് നമ്മളവിടെ ആ പൊരിച്ച് കോരി വെച്ചേക്കുന്ന ഒരുപാട് പൊരിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. അത് കണ്ടൊന്ന് ചേർത്ത് പൊരിക്കാൻ നിൽക്കണ്ട. ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് വഴറ്റി വെച്ചേക്കുന്ന നമ്മുടെ ചിക്കൻ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചിക്കൻ്റെ ഗ്രേവിയിലേക്ക് കുറച്ച് വെള്ളം എടുത്തത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ ഒരു നുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കിയിട്ട് ഒരു 1-2 മിനിറ്റ് നേരം നമ്മൾ ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു പച്ചമുളകിൻ്റെ ഒക്കെ ഒരു ഗ്രേവി ഒന്ന് ചിക്കനിലൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇതുപോലെ ആവശ്യത്തിന് നമ്മൾ ചോറ് വേവാനുള്ളതിൻ്റെ വെള്ളം എന്തോരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനാവശ്യത്തിന് നമുക്ക് ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് കൂട്ടി ഇളക്കിയിട്ട് വെള്ളത്തിൽ ഉപ്പുണ്ടോ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ ചിക്കൻ മാഗി ക്യൂബാണ് കേട്ടോ. ഇത് ചിക്കൻ്റെ മാഗി ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കടകളിലും വാങ്ങാൻ കിട്ടും. കുഴിമന്തി റൈസിൽ നമ്മൾ ഇടുന്ന ഒരു മസാലയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ബിരിയാണി റൈസിൽ ഇടുമ്പം പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഒരു ബിരിയാണി റൈസിന്. അപ്പോൾ ഒരു ചിക്കൻ മാഗി ക്യൂബിൽ 2 പീസ് ഉണ്ടാവും കേട്ടോ ഒരു പാക്കറ്റിൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പീസ് ഇട്ട് കൊടുത്താൽ മതി. അതും കൂടെ കിടന്നിട്ട് നന്നായിട്ട് വെള്ളത്തിൽ കിടന്ന് തിളച്ച് വന്നു കഴിയുമ്പം നമ്മുടെ അരി വാരിയിടാം കേട്ടോ. അപ്പോൾ ഞാൻ പിടിത്തേക്കുന്നത് 1.5 നാഴി നമ്മുടെ ഒരു നെയ്ച്ചോറിൻ്റെ റൈസ് ഉണ്ടല്ലോ, ബാദ്ഷ റൈസ്, ചെറിയ ജീരക റൈസ്. അപ്പോൾ ഒരു 1.5 നാഴി ജീരക റൈസും അതുപോലെ 1 നാഴി റേഷൻ വെള്ളരിയും കൂടി നന്നായിട്ട് ഇത് കഴുകി വാഴ്ത്തിയിട്ട് ഇതുപോലെ ഒന്ന് പാത്രത്തിലേക്ക് കൊട്ടി അത് വെള്ളം വാഴ്ത്തിയതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ വെള്ളത്തിൻ്റെ ഇത് നോക്കുക, കാരണം വെള്ളത്തിൻ്റെ ഉപ്പ് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ചോറിലൊക്കെ ഉപ്പ് പിടിക്കുന്നത് കേട്ടോ. അപ്പം വെള്ളത്തിൻ്റെ ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഇതുപോലെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. മൂടി വെച്ചിട്ട് വെള്ളം എന്തോരം ഉണ്ടെന്നുള്ളത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് വെള്ളം പോരുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇത്തിരി വെള്ളം വേണമെങ്കിൽ ആ ടൈമിൽ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് വേണമെങ്കിൽ തളിച്ച് കൊടുത്ത് ഒന്ന് കറക്റ്റാക്കി എടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു 5 മിനിറ്റ് നേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ റൈസ് കറക്റ്റ് ആ ഒരു വേവിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല, കണ്ടില്ലേ? നമ്മുടെ ഈ ഒരു അടപ്പ് തുറന്നു കഴിഞ്ഞപ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് ക്യാരറ്റ് ചീമ്പിയതും അതുപോലെ കുറച്ച് മല്ലിയില
ഇങ്ങോട്ട് കൂടിയിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് നമ്മൾ നെയ്യുണ്ടല്ലോ, നെയ്യ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊരു 10 മിനിറ്റ് നേരം ഒന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് മൂടി ആവി കയറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. തീ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇതായി വരുന്ന മണമൊക്കെ ഒന്ന് പിടിച്ച് വരുന്ന രീതിയിൽ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യത്തിന് സവാളയും അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് താളിച്ച് കൊടുത്ത് ഒഴിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മസാലയിൽ ഇത്രയും ഈ ഒരു കൂട്ടൊക്കെ ചേർത്ത് നമ്മൾ ഇറച്ചി ഒക്കെ ഇട്ട് വെച്ച ഒരു ചോറായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ഒരു റേഷൻ വെള്ളരി നമ്മൾ മിക്സ് ചെയ്തതെന്നാണെന്ന് തോന്നത്തും കൂടി ഇല്ല. 2 ചോറും ഒരേ ലെവലിൽ തന്നെ വെന്തതാ, ഒറ്റ രീതി നല്ലൊരു മണമാണ് കേട്ടോ. നമ്മൾ ശരിക്കും നല്ലൊരു ടേസ്റ്റിൽ നമ്മൾ മൊത്തം ഒരു ബാദ്ഷാ റൈസിൽ വെച്ച ചോറിൻ്റെ അതേ ടേസ്റ്റും അതേ ഒരു മണമൊക്കെ ഒരു ചോറിലേക്ക് ഫുൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇറച്ചിയിലൊക്കെ കിടന്ന അത് വെന്ത ഒരു റൈസിൻ്റെതായ ഒരു ടേസ്റ്റൊക്കെ ചോറിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊരു അരമണിക്കൂറിന് ശേഷം ഒന്ന് തട്ടി ഒപ്പി വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ റംസാനിലൊക്കെ നമ്മൾ ഈ പത്തിരിയൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്ന ടൈമിലൊക്കെ ഉമ്മമാർക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റൈസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ചേച്ചിമാരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കഴിച്ച് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ. വന്നിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നല്ലൊരു ടേസ്റ്റ് നല്ലൊരു മണമൊക്കെ ഉള്ള അടിപൊളി റൈസാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ ഫോളോ ചെയ്ത് ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ.